എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാനായിട്ട് വലിയ പ്രയാസമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ ചെറിയൊരു അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. അതായത് അങ്ങനെയല്ല, അവരെ മനസ്സിലാക്കാനേ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഉള്ളിലൊക്കെ വേറെ ആയിരിക്കും, അവർ പുറത്ത് കാണിക്കുന്ന ഒന്ന് പക്ഷെ ഉള്ളിൽ വേറെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് അവർ ചെയ്യുന്ന അവരുടെ പ്രവൃത്തികൾ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്, അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനിയും നിങ്ങൾ അവരുടെ മനസ്സിലൊരു പറയാതെ ബുദ്ധിമുട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം കുറേ പേര് പറഞ്ഞു കേൾക്കാറുണ്ട്, എനിക്ക് മടുത്തു, ഒന്നും മനസ്സിലാവണില്ല, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ എനിക്ക് മതിയായി, അവള് പറയുന്ന ഒന്നാ പക്ഷെ അവള് കാണിക്കുന്നത് വേറൊന്നാണ്, എന്നിട്ട് എന്നോട് കിടന്ന് ദേഷ്യപ്പെടാൻ നിൽക്കും, ഇങ്ങനെ കുറെ പേര് പറയാറുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ അറിയാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ വേർഡ്സ് അല്ല, അവരുടെ ബിഹേവിയർ ആണ് റിയൽ സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് അവർ ഓക്കെ ആണെന്ന് പറയുണ്ടാവും, പക്ഷെ അവർ ഓക്കെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ വോയിസ് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും. അതായത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും അവർ പറയുന്നുണ്ടാവുക. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പറയുന്ന പോലെ ഞാൻ ഓക്കെ ആണ്, ഈ രീതിയിലേക്ക് പറയുന്നുണ്ടാവുക. അപ്പോൾ ഇവരുടെ വേർഡ്സിൽ നിങ്ങൾ വിശ്വസിക്കരുത്. അവർ പറയുന്ന വാക്കിലല്ല, അവരുടെ പ്രവൃത്തിയിലാണ് കാര്യം ഇരിക്കുന്നത്. അവർ ചിലപ്പോൾ നിങ്ങളടുത്ത് പറയണ്ട എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരിക്കും, പക്ഷേ ദേഷ്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ വലിച്ചെടുക്കുകയൊക്കെ ചെയ്യൂലേ. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ശരിക്കും അപ്പം ഇതാണ് ആളുടെ ഉള്ളിൽ ദേഷ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ വാക്കുകളെ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നേരെ മറിച്ച് അവരുടെ പ്രവൃത്തിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക, പക്ഷെ അത് വലിയ രീതിയിലുള്ള ക്ലൂ തന്നെയാണ്. അതായത് മുമ്പൊക്കെ കുറേ സംസാരിച്ചിരുന്നു, വലിയ രീതിയിൽ കുറേ ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലോങ് കോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇപ്പൊ കുറേ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യുക. കാരണം ആളെങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത് മേ ബി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അത് റിയൽ ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ആള് നിങ്ങളിൽ നിന്നും എന്തോ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് മേ ബി അവർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ പ്രാവശ്യം അവരത് ഓക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആവാതിരിക്കുമ്പോഴൊക്കെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു, അതായത് നിങ്ങളെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഇവർ ഇത്തരത്തിൽ നിങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് ഗ്യാപ്പ് അവരെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് ആളിങ്ങനെ കോളും മെസ്സേജൊക്കെ കുറയ്ക്കുമ്പോൾ മുമ്പത്തേതിൽ നിന്ന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങളത് വലിയൊരു ക്ലൂ ആയിട്ട് തന്നെ എടുക്കുക. നിങ്ങളിൽ എന്തോ മാറ്റം വരുത്താനുണ്ട്, ആള് വേറെ എന്തോ ഒരു കാര്യമാണ് ആൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആള് പറഞ്ഞ കാര്യങ്ങളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചെടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഏകദേശം ആൻസർ കിട്ടും. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ വേറൊരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ളതാണ്. പക്ഷെ ഈ രണ്ടാമത്തെ ആവാൻ സാധ്യത കുറവാണ്, ആൾക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ളത്. അത് വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ, റെയർ ആയിട്ടുള്ള ആളുകളെ നമ്മൾ കാണാറുള്ളൂ റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ. കാരണം കുറെ ഇങ്ങനെ കോളും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞ് കുറേ നാൾ ഇതേപോലെ തന്നെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് വേറെ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഓർമ്മയിലില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്പ് വേണ്ടാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത്, ഇത്ര നാളും നല്ല സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മിക്കപ്പോഴും ചിന്തിക്കുന്നത് അവൾ എന്താണ് പറയുന്നത് എന്നുള്ളതായിരിക്കും. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവൾ എന്തുകൊണ്ടാണത് പറയുന്നത് എന്നുള്ളതാണ്. അതായത് സെയിം കാര്യം തന്നെയാണ്, പക്ഷേ അവർ പറയുന്ന അവരുടെ ഫീലിങ്സിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവർ നിങ്ങളടുത്ത് എന്തെങ്കിലും ഒരു, ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെടാണ്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കൊരു ആഗ്രഹമുണ്ട്, അത് പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ആഗ്രഹം ഉണ്ട്, അത് പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവളെന്തിനാ ഇത് പറഞ്ഞത് എന്നുള്ളത്, അല്ലെങ്കിൽ അവൾ എന്താ പറഞ്ഞത് എന്നുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരമായിട്ട് എന്തുകൊണ്ടാണ് അവളത് പറഞ്ഞത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് ആളത് പറഞ്ഞു എന്നുള്ളതിന് ആളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്തുകൊണ്ട് അത് പറയാനുള്ള സാഹചര്യം ഉണ്ടായി,
ആ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ആളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അവള് പറയുന്ന, ഇപ്പോൾ നോർമലി ബോയ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ കുറ്റം പറയുകയാണ്, കുറവ് പറയുകയാണ്, കമ്പയർ ചെയ്യുകയാണ്, ഈ ഒരു കംപ്ലൈൻറ്റ്സ് ആണ് എപ്പോഴും പറയാറുള്ളത്, അല്ലെങ്കിൽ ഇതാണ് അവരുടെ മൈൻഡിൽ വരാറുള്ളത്. നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അവർ നിങ്ങളെ കമ്പയർ ചെയ്യുന്നു, കുറ്റം പറയുന്നു എന്നതിന് പകരമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് അവൾ അത് പറയുന്നു എന്നുള്ള കാര്യമാണ്. അവിടെ ചിലപ്പോൾ നിങ്ങളിലുള്ള കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾ പോലും നോട്ട് ചെയ്തിട്ടില്ലാത്ത അവൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിലൊക്കെ കുറവ് സംഭവിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇങ്ങനെ പറയുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അവൾ അത് പറഞ്ഞു എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ദെൻ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അത് അവരെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവരോട് ചോദിക്കുക. അതൊരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് നിങ്ങൾ ഗസ് ചെയ്തെടുക്കരുത്. നോർമലി നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഗസ് ചെയ്തെടുക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഗസ് ചെയ്തെടുക്കാതിരിക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആള് ചിന്തിക്കുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾ ഗസ് ചെയ്യുന്നുണ്ടാവുക. ആൾക്ക് ചിലപ്പോൾ മുമ്പേ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന്റെ ഹാങ് ഓവർ ആയിരിക്കും. അതായത് ആ ഒരു കാര്യത്തിന് ആൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് ഉള്ളിലിരിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ആളിങ്ങനെ ഇപ്പൊ ഒരു നെഗറ്റീവായിട്ട് ഇരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വിഷമമൊക്കെ ആൾക്കുണ്ടെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം നടന്ന എന്തെങ്കിലും കാര്യമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യമായിട്ടോ നിങ്ങൾ അതൊരിക്കലും ഗസ് ചെയ്യരുത്. ഇതായിരിക്കും അതായിരിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം ആളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ ആള് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്നൊന്നും വരില്ല, അതായത് പെട്ടെന്നൊന്നും പറയില്ല. നമ്മൾ 2-3 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോഴേ പെൺകുട്ടികൾ പൊതുവെ പറയാറുള്ളൂ. ആദ്യം കുറച്ച് ജാടയൊക്കെ ഇട്ടിരിക്കും. അപ്പോൾ 2-3 പ്രാവശ്യം നിങ്ങളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളത് പറയും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അതായത് ഗസ് ചെയ്തെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഗസ് ചെയ്തെടുത്തിട്ട് അവരോട് പെരുമാറാതിരിക്കുക. അതേപോലെ ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അവരും ഗസ് ചെയ്യുന്ന ആളുകളാണ്. അതായത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും അവർ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടും, ഗസ് ചെയ്യും. ഇപ്പം നിങ്ങൾ കോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പം അവർ ചിന്തിക്കുന്നുണ്ടാവുക, എന്തായിരിക്കും കോൾ എടുക്കാത്തത്, അത്ര വലിയ തിരക്കിലൊക്കെ ആയിരിക്കുമോ, മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് നോക്കുന്നില്ല, നിങ്ങൾ ഓൺലൈനിൽ കാണുന്നുണ്ട്, മതി. അവർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചിന്തിച്ച് കൂട്ടുന്നുള്ളതാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന സ്വഭാവം പെൺകുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഓവർ തിങ്ക് ചെയ്യുന്നവരാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളും പെരുമാറുക. കറക്റ്റായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ നിങ്ങളും ഗസ് ചെയ്യാതിരിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്പേസ് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളുണ്ട്. നിങ്ങളത് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചിലപ്പോൾ അവരത് ഓപ്പൺ ആയിട്ട് പറയില്ല, പെൺകുട്ടികൾ പൊതുവെ അങ്ങനെയാണ് പറയില്ല. പക്ഷെ നിങ്ങളെ റെസ്പെക്ട് ഇല്ലാതെ പെരുമാറുന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്താൽ അവർക്കത് ഓക്കെ ആവില്ല. ഇനിയിപ്പോൾ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഓവറായിട്ട് ഒരു ഫ്രീഡം എടുത്ത് പെരുമാറി എന്ന് വിചാരിക്കുക. അത് അവരുടെ ഓവർ തിങ്കിങ് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവർ എന്തിനാ പോണത് എന്നുള്ള കാര്യങ്ങൾ കുത്തി ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അത് സംശയമല്ല, ഒരു ഓവർ തിങ്കിങ് ആണ് അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അതായത് ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവ് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ ഓവർ തിങ്ക് ചെയ്യും, നിങ്ങളെ ഓവറായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങും. അതാണ് ശരിക്കും അവരുടെ ഉള്ളിലുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളടുത്ത് കുറച്ച് ഓവറായിട്ട് ആൾ ഫ്രീഡം എടുക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെടുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആവല്ല ചെയ്യേണ്ടത്. ആളുടെ ഉള്ളിൽ എന്തോ ഒരു പേടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിട്ടുപോകുമ്പോൾ എന്നൊരു പേടിയോ അങ്ങനെ എന്തോ ഒരു പേടി ആളുടെ ഉള്ളിലുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ പെൺകുട്ടികളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ. എന്നാൽ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന, എന്താണെന്ന് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മുഴുവനായിട്ടും പ്രശ്നങ്ങൾ തീരുമെന്നൊന്നും ഞാൻ പറയില്ല, കാരണം ഇത് മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ കൊള്ളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിലെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അവരെന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക, നമ്മൾ വിചാരിക്കുന്ന കാര്യം തന്നെയാണോ എന്നുള്ളതൊക്കെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആവില്ല പെൺകുട്ടികൾ വിചാരിക്കുന്നുണ്ടാവുക. അത് ചെറിയ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരുന്നതേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്